ആകാശവാണി നിയമസഭയിൽ ഇന്ന് ബജറ്റ് അവതരണത്തിലെ വിശേഷങ്ങൾ തയ്യാറാക്കിയത് സി നാരായണൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. സംസ്ഥാനം പൊതുതിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതിന്റെ തിരശീല ഉയർത്തുന്നതുപോലെയാണ് നിലവിലുള്ള സർക്കാരിന് ജനവിധി തേടുന്നതിന് തൊട്ടുമുൻപ് ബജറ്റ് അവതരിപ്പിക്കാൻ ലഭിക്കുന്ന അവസരം. അത് ഏറ്റവും സമർത്ഥമായി ഉപയോഗപ്പെടുത്താൻ കേരളത്തിലെ ഭരണാധികാരികൾ ശ്രമിച്ചതിന്റെ ഫലമാണ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിലെ മിക്കവാറും നിർദ്ദേശങ്ങൾ. പിണറായി വിജയൻ തുടർച്ചയായി 2 ടേമുകളിലായി 10 വർഷം ഭരണകസേരയിൽ പൂർത്തിയാക്കുമ്പോൾ അടുത്ത ജനവിധിയും അനുകൂലമാകണം എന്ന താൽപര്യമാണ് ബജറ്റിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയാം. ഇടതുപക്ഷ സർക്കാരിന്റെ തുടർച്ചയായ 12ാമത്തെയും ധനകാര്യമന്ത്രി KN ബാലഗോപാലിന്റെ 6ാമത്തെയും ബജറ്റ് അവതരണത്തിനാണ് ഇന്ന് കേരള നിയമസഭ രാവിലെ 9 മണി മുതൽ സാക്ഷ്യം വഹിച്ചത്. നിയമസഭാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരണങ്ങളിൽ 4ാമത്തേതാണ് ഇതെന്ന് പറയുന്നു. നേരത്തെ ധനകാര്യമന്ത്രിയായിരുന്ന യശശരീരനായ ഉമ്മൻചാണ്ടിയും 1ാമത്തെ പിണറായി സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കുമാണ് ഇക്കാര്യത്തിൽ ബാലഗോപാലിന്റെ മുൻഗാമികൾ. 2 മണിക്കൂറും 53 മിനിറ്റും എടുത്തായിരുന്നു ധനമന്ത്രിയുടെ ദീർഘമായ ബജറ്റ് അവതരണം. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള ക്ഷേമ പദ്ധതികളിൽ ഊന്നൽ നൽകിയുള്ള ബജറ്റായിരിക്കും അവതരിപ്പിക്കുക എന്ന് ധനകാര്യമന്ത്രി ബാലഗോപാൽ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നത് ശരിയായി എന്ന് പറയാൻ ഒറ്റനോട്ടത്തിൽ സാധിക്കും. നാനാ തുറകളിലുള്ള ക്ഷേമ പെൻഷനുകൾ കുറഞ്ഞത് 1000 രൂപ വച്ച് വർദ്ധിപ്പിച്ചത്, സർക്കാർ ജീവനക്കാരുടെ DA, DR കുടിശ്ശിക പൂർണ്ണമായി നൽകുമെന്നും പുതിയ ശമ്പള കമ്മീഷനെ നിയമിച്ചതായും പ്രഖ്യാപിച്ചത്, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇല്ലാതായപ്പോൾ ബദലായി വന്ന NPS പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ ഗുണമില്ലായ്മയുടെ നിരാശ മാറ്റാൻ അഷ്വേർഡ് പെൻഷൻസ് പദ്ധതി അടുത്ത ഏപ്രിൽ മുതൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത്, വയോജനങ്ങൾക്കായി പ്രത്യേക ബജറ്റ്, ബിരുദതലം വരെ സർക്കാർ സ്ഥാപനങ്ങളിൽ സൗജന്യ വിദ്യാഭ്യാസം, ഇങ്ങനെ ഒട്ടേറെ ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ വർണ്ണ മിഠായികളാണ് ബാലഗോപാലിന്റെ ബജറ്റ് പെട്ടിയിലുള്ളത്. 35നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമണുകൾക്കും പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി 3720 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. പാവപ്പെട്ടവർക്കുള്ള ഭവന പദ്ധതിയായ ലൈഫ് പദ്ധതിക്ക് 1498 കോടി രൂപയും ക്ഷേമ പെൻഷൻ വിതരണത്തിന് 1,40,45,000 കോടി രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചു എന്നതും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഭരണപക്ഷത്തിന് പ്രയോജനപ്പെടുത്താനുള്ളതാണ്. കേരളത്തിന്റെ ഗതാഗത സംവിധാനത്തിലും പരിസ്ഥിതി ഘടനയിലും അടിസ്ഥാനപരമായ മാറ്റം കൊണ്ടുവരുന്നതുമായ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചത് പരാമർശം അർഹിക്കുന്നു. ഇതിലൊന്ന് സംസ്ഥാനത്തെ ഓട്ടോറിക്ഷകൾ മുഴുവൻ ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റുന്നതിന് നൽകുന്ന പിന്തുണയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിന് ഒറ്റത്തവണയായി ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗതാഗത മേഖലയിൽ വൻ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് 24 മീറ്റർ വീതിയിൽ 4 വരിയായി പുനർനിർമ്മിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. 1ാം ഘട്ടത്തിനായി കിഫ്ബി വഴി 5217 കോടി രൂപ വകയിരുത്തി. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്ന് തമിഴ്നാട്ടിലെ തേനിയിലേക്കുള്ള കട്ടപ്പന തേനി തുരങ്കപാതയ്ക്ക് സാധ്യതാ പഠനം നടത്തുന്നതിന് 10 കോടി അനുവദിച്ചു. അതേസമയം ജനപ്രിയ പദ്ധതികൾക്കായി വകയിരുത്തിയിരിക്കുന്ന വൻതുക എവിടെ നിന്നാണ് ഖജനാവിലേക്ക് ലഭ്യമാകുക എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഉത്തരമില്ലാതെ അവശേഷിക്കുകയും ചെയ്യുന്നു. നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച സിൽവർ ലൈൻ അർദ്ധ അതിവേഗ റെയിൽ പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കാതെ പുതിയ അതിവേഗ റെയിൽ പദ്ധതി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നുവല്ലോ. ഇതിന് ബദലെന്നോണം കേരളത്തിന്റെ സ്വന്തമായൊരു അതിവേഗ റെയിൽ പദ്ധതി സംസ്ഥാനം ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിനെക്കുറിച്ച് ബജറ്റിൽ പരാമർശിക്കുകയും പ്രാഥമിക ചെലവിനായി 100 കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്ന വൻ പദ്ധതിയായി ഇത് ഉയർത്തപ്പെടും. അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വഭാവമുള്ള മറ്റൊരു പ്രഖ്യാപനം മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സ്മാരകമായി VS സെന്റർ തിരുവനന്തപുരത്ത് സ്ഥാപിക്കും എന്നതാണ്. ഇതിനായി 20 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് നേതാവായ VS അച്യുതാനന്ദന് രാജ്യത്തെ പരമോന്നത പത്മ ബഹുമതിയായ പത്മവിഭൂഷൺ നൽകാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച VS സെന്റർ തന്ത്രപരമായൊരു രാഷ്ട്രീയ നീക്കം കൂടിയായി മാറുന്നുണ്ട്. ഈ സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചെങ്കിലും ഇതിലെ നിർദ്ദേശങ്ങൾ ഇനി വരുന്ന സർക്കാരിന്റെ കാലത്താണ് നടപ്പാക്കേണ്ടത്. ആ അർത്ഥത്തിൽ ഈ ബജറ്റ് പുതിയ സർക്കാരിന്റെ ചുമലിലേക്കാണ് വരിക. എന്നാൽ പുതിയ സർക്കാർ വന്നാൽ അവർ അവരുടേതായ പുതിയ ബജറ്റ് അവതരിപ്പിക്കുക പതിവാണ്. മുൻപൊക്കെ സർക്കാരുകൾ അവയുടെ കാലാവധി തീരുന്ന ഘട്ടത്തിൽ ബജറ്റ് സമ്മേളനം വരുമ്പോൾ പൂർണ്ണ ബജറ്റിനു പകരം വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമാണ് അവതരിപ്പിച്ച് പാസാക്കുക പതിവ്. ദൈനംദിന ചെലവുകൾ നിർവഹിക്കാനുള്ള അനുമതി മാത്രമാണ് ഇത്. അതിനു പകരം സമ്പൂർണ്ണ ബജറ്റ് തന്നെ അവതരിപ്പിക്കൽ അടുത്ത കാലത്തായി വന്ന പുതു സമീപനമാണ്. ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കകത്തും പുറത്തും വിശകലനം ചെയ്യപ്പെടുമെന്ന് കരുതാം. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.